സോർണിക അറിഞ്ഞായിരുന്നോ? മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ പിരിച്ച പൈസയെല്ലാം ചേർത്ത് ചൂരൽമല ദുരന്ത ആൾക്കാർക്ക് വീട് വെച്ചു കൊടുത്തു. 2025 ജൂലൈയിലാണ് സംഭവം നടന്നത്. അത് കഴിഞ്ഞപ്പോ 2026 മാർച്ചായി. ഇപ്പോഴാണ് അത് കൈമാറ്റം ചെയ്തിരിക്കുന്നത്. പക്ഷെ ആ കൈമാറ്റം ചെയ്ത വീടുകൾ വാസയോഗ്യമാണോ എന്നതിനെ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ചർച്ച നടക്കുന്നുണ്ട്. ഇത്രയും കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചാണ് ഈ പദ്ധതികൾ നടപ്പിലാക്കിയത്. ഇവിടെ ഒരു ബസ് സ്റ്റോപ്പ് കെട്ടുന്നതിന് തന്നെ എത്രയോ കോടികളാണ് എഴുതി കാണിക്കുന്നത്. അപ്പോൾ ഈ വീടുകൾക്ക് ആ പറഞ്ഞിരിക്കുന്ന എമൗണ്ടിനനുസരിച്ചുള്ള സൗകര്യങ്ങളുള്ള വീടല്ല എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. അവർക്ക് ഉടനെ കയറി താമസിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ്. തുടക്കം മുതലേ തന്നെ ഈ പദ്ധതി നടപ്പിലാക്കുന്നതിൽ ഒരുപാട് പരാതികൾ ഉയർന്നു വന്നിരുന്നു. അതൊരു വശം അവിടെ നിൽക്കട്ടെ. മുഖ്യമന്ത്രി ഉൾപ്പെടെ ഉള്ളവർ ഇരിക്കുന്ന ആ വേദിയിൽ സ്ഥലം MLA ആയ ടി സിദ്ദിഖിനെ സഖാക്കന്മാർ കൂകി വിളിച്ചായിരുന്നു. മുഖ്യമന്ത്രി ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല. മൈക്കിനെതിരെ പോലും കേസെടുപ്പിക്കുന്ന ആളാണ് മുഖ്യമന്ത്രി. അദ്ദേഹം ആ ഒരു മാന്യത കാണിച്ചില്ല. ഈ ചൂരൽമല ദുരന്തമുണ്ടാകുമ്പോൾ ടി സിദ്ദിഖാണ് മുഖ്യമന്ത്രിയെ വിളിച്ച് ഈ വിവരം അറിയിക്കുന്നത് തന്നെ. അവിടുത്തെ രക്ഷാപ്രവർത്തനങ്ങളിലും എല്ലാം സജീവമായി ഫുൾ ടൈം ഉണ്ടായിരുന്ന ഒരാളാണ് ടി സിദ്ദിഖ്. അപ്പോ ഈ അണികളെ കൊണ്ട് ഇവർ വിളിപ്പിച്ചതാണോ അതേ അവർ അണികൾ കൂക്കി വിളിച്ചപ്പോൾ ഇവർ അത് കണ്ട് ആസ്വദിക്കുകയായിരുന്നു എന്നറിയില്ല. ഈ അടുത്ത ദിവസമാണ് ആരോഗ്യമന്ത്രിയുടെ നേർക്ക് KSU പ്രവർത്തകർ കരിങ്കൊടി കാണിക്കാൻ വന്നതിനെ തുടർന്ന് കരിങ്കൊടി വീശി കാണിച്ചപ്പോൾ കഴുത്തുളുക്കി ആരോഗ്യമന്ത്രി പല ആശുപത്രികളിൽ പോയി MRI സ്കാൻ ചെയ്തു. എന്തൊക്കെയാണ്. പക്ഷെ 5 വർഷമായി കത്രിക വയറ്റിനുള്ളിൽ പോയ ആ സ്ത്രീയുടെ വേദനയ്ക്ക് ഇവിടെ ഒരു വിലയുമില്ല. അപ്പൊ പറഞ്ഞു വന്നത്, ഒരു രാഷ്ട്രീയ മര്യാദ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരു വേദിയിൽ ഇരിക്കുമ്പോൾ, ഇപ്പൊ മുഖ്യമന്ത്രി ഇരിക്കുന്ന വേദിയിൽ ടി സിദ്ദിഖിൻ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ കൂക്കി വിളിക്കുമ്പോൾ മുഖ്യമന്ത്രി ഒന്ന് കൈ കാണിച്ചാൽ മതിയായിരുന്നു, അത് അവിടെ അടങ്ങുമായിരുന്നു. ആ മര്യാദ അദ്ദേഹം കാണിച്ചില്ല. ശരിക്കും അദ്ദേഹം അത് ആസ്വദിക്കുകയായിരുന്നു. അല്ല ചേച്ചി, അതിൻ്റെ അകത്തൊരു കാര്യമുണ്ടല്ലോ, ആരോട് മര്യാദ കാണിക്കണം കാണിക്കണ്ട എന്ന് മുഖ്യമന്ത്രിക്ക് അറിയാം. ആരെ ഒപ്പം കൂട്ടണം കൂട്ടണ്ട എന്ന് മുഖ്യമന്ത്രിക്ക് അറിയാം. അപ്പൊ മുഖ്യമന്ത്രിയുടെ ഒരു നിലപാടാണ്, അല്ലെങ്കിൽ മുഖ്യമന്ത്രി അത്ര നിലവാരമുള്ള മനുഷ്യനാണ് എന്ന് കേരളത്തിലെ ജനങ്ങൾക്കറിയാം. അതുകൊണ്ട് അതിലൊരു വലിയ കാര്യമില്ല. പക്ഷെ ഒരു ദുരന്തം സംഭവിച്ച് ഏകദേശം 1 വർഷം ആകുമ്പോഴാണ് വീട് കൈമാറുന്നത്. ഈ ഒരു ദുരന്തമൊക്കെ സംഭവിക്കുമ്പോൾ എത്രയും പെട്ടെന്ന് വേണം അവർക്ക് പരിഹാര മാർഗങ്ങൾ. ഏതൊരു സർക്കാരും, അതിപ്പം LDF ആയാലും UDF ആയാലും BJP ആയാലും അധികാരത്തിലുള്ള സംസ്ഥാനങ്ങളിൽ ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ അത് എത്രയും പെട്ടെന്ന് ദുരന്തം സംഭവിച്ച് അതിൽ നിന്ന് അവിടെയുള്ള ജനങ്ങളെ രക്ഷപ്പെടുത്തുക. അവർക്ക് എന്താണോ, ഇപ്പൊ പാർപ്പിടമാണെങ്കിൽ പാർപ്പിടം, അല്ലെങ്കിൽ അവരുടെ ആവാസ വ്യവസ്ഥയാണ് നശിക്കുന്നതെങ്കിൽ അത് പുനഃസ്ഥാപിക്കേണ്ട ഉത്തരവാദിത്തം ആ സർക്കാരിനാണ്. അതിപ്പോ മറ്റാരുടെ ഉത്തരവാദിത്തമല്ല. ഈ പറയുന്ന പ്രതിപക്ഷം പോലും അത് ചെയ്യാം ഇത് ചെയ്യാം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അതിന്റെ ആവശ്യമില്ല. കാരണം അതെല്ലാം ചെയ്യേണ്ടത് സർക്കാരാണ്. അതൊരു സംസ്ഥാന സർക്കാരിന്, ഇപ്പൊ സംസ്ഥാനത്താവുമ്പോൾ അതൊരു സംസ്ഥാന സർക്കാരിന്റെ ചുമതലയാണ്. ഏകദേശം 1 വർഷത്തിനിപ്പുറമാണ് ഒരു വീട് അല്ലെങ്കിൽ വീട് വെച്ചു കൊടുക്കുന്നത്. എനിക്ക് തോന്നുന്നു സർക്കാർ തെരഞ്ഞെടുപ്പ് സമയം കൂടി ആയതുകൊണ്ട് വലിയ രീതിയിൽ ഒരു പ്രതീക്ഷ വെച്ചിരുന്നു, ഇത് വലിയ രീതിയിൽ ആഘോഷമാക്കാം, അല്ലെങ്കിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യും. ദുരന്തത്തെയും ആഘോഷിക്കുന്നതാണല്ലോ രീതിയാണല്ലോ. അപ്പൊ എന്താണ്, ഈ സർക്കാർ മുന്നോട്ട് വെച്ച മറ്റൊരു ആശയം കൂടി അതായിരുന്നു. തെരഞ്ഞെടുപ്പ് സമയമാണ്, വയനാട്ടിലെ ജനങ്ങളെ ഞങ്ങൾ ഒപ്പം നിർത്തുന്നു എന്ന രീതിയിൽ വലിയ ബ്രേക്കിംഗ് ആവേണ്ട വാർത്തയാണ് യുദ്ധത്തിൽ മുങ്ങിപ്പോയത്. അപ്പൊ അവര് വിചാരിച്ച അത്രയും എഫക്റ്റീവ് കിട്ടിയില്ല. വേറൊരു റവന്യൂ മന്ത്രിയുടെ ആറ്റിറ്റ്യൂഡും സംസാര രീതിയും എല്ലാം ഇത് AKG സെന്ററിലെ ഫണ്ട് കൊണ്ടുവന്ന് വീട് വെച്ച് കൊടുക്കും പോലെയായിരുന്നു. അത് എല്ലാ കാര്യത്തിലും അങ്ങനെയാണല്ലോ ചേച്ചി. ശരിക്കും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ ശമ്പളവും മന്ത്രിമാരുടെ ശമ്പളവും കൂടെ ചേർത്ത് ഉള്ളതല്ല മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി. ഇവിടെയുള്ള ഈ ജനത, ഓരോ വ്യക്തിയും, ഒരുപാട് പേര് അതിലേക്ക്, ചെറിയ കുട്ടികൾ കുടുക്ക പൊട്ടിച്ച് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്തിട്ടുണ്ട്. അതൊരിക്കലും CPM-നോ LDF സർക്കാരിനോ കൊടുത്തതല്ല. ആ മുഖ്യമന്ത്രിയുടെ സ്ഥാനത്ത്, പിണറായി വിജയന്റെ സ്ഥാനത്ത് ഏതൊരാളാണ് അവിടെ മുഖ്യമന്ത്രിയാണെങ്കിലും ഈ നിധി അവിടെ വരും. അല്ലാതെ പിണറായി വിജയനെ കണ്ടുകൊണ്ടല്ല ആരും ഈ മുഖ്യമന്ത്രിയുടെ സഹായ നിധിയിലേക്ക് പൈസ അയക്കുന്നത്. നമ്മുടെ നാട്ടിലൊരു ദുരന്തം വരുമ്പോൾ ആ ദുരന്തത്തിൽ നിന്ന് നമ്മളെ കൈത്താങ്. അപ്പോ ഈ നേരിട്ട് പോയി ഇപ്പൊ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. നമുക്കിപ്പോ എനിക്ക് കൊടുക്കണമെന്ന് ഒരു വലിയ എമൗണ്ട് ഒന്നും കൊടുക്കാൻ കഴിയില്ല, ചെറിയൊരു തുകയായിരിക്കും കൊടുക്കാൻ. എല്ലാവരുടെ കാര്യം അത് തന്നെ. നമ്മൾ ഓരോരുത്തരും കൊടുക്കുന്ന ഓരോ രൂപയ്ക്കും വിലയുണ്ട്. ഇപ്പൊ നമുക്ക് ചിലപ്പോ ഒരു 10 രൂപയ്ക്ക് വലിയ വില നമ്മൾ കൽപ്പിക്കില്ല. പക്ഷെ ഒരു ദുരന്തം സംഭവിച്ച സ്ഥലത്തേക്ക് കൊടുക്കുമ്പോൾ കൊടുക്കുന്ന ഓരോ പൈസയ്ക്കും
വിലയുണ്ട്. അത് മനസ്സിലാക്കി വേണമായിരുന്നു മുഖ്യമന്ത്രി അടക്കം പെരുമാറാൻ. പിന്നെ ഈ പറയുന്ന പോലെ സംസാരിക്കാൻ വന്നപ്പോ സിദ്ദിഖ് നിലവിൽ അവിടുത്തെ MLA ആണ്, സംസാരിക്കാൻ വന്നപ്പോ കൂകി വിളിക്കുന്നത് നമ്മൾ കണ്ടു. അതിന്റെ അകത്ത് സിദ്ദിഖിനോട് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം, രാഷ്ട്രീയമായ വിയോജിപ്പുകളൊക്കെ ഉണ്ടാകാം. അതിനൊക്കെ അപ്പുറം ആ ദുരന്തം സംഭവിച്ച സമയത്തെല്ലാം ഒപ്പം ഉണ്ടായിരുന്നത് സിദ്ദിഖ് ആയിരുന്നു. ആദ്യം മുതൽ അവസാനം വരെ ഓടി നടന്ന് എല്ലാവർക്കും അടുത്തെത്തി എല്ലാവർക്കും ഒപ്പം ഉണ്ടായിരുന്നത് സിദ്ദിഖാണ്. അദ്ദേഹം അവിടെ സംസാരിക്കാൻ കയറുമ്പോ കൂകി വിളിച്ചത്, അതിപ്പം ഈ പറയുന്ന CPM-കാരാണെങ്കിൽ അവർ നമുക്ക് അവരെന്ത് പറയണമെന്നറിയില്ല. അദ്ദേഹത്തെ ചേർത്ത് നിർത്താൻ ആ ദുരന്തത്തിന് ഇരയായ ആൾക്കാരുണ്ടായിരുന്നു. അവർക്കറിയാം അവരുടെ MLA അവർക്ക് വേണ്ടി എന്താണ് ചെയ്തത്. സംസാരിക്കുമ്പോ സിദ്ദിഖ് സംസാരിക്കുമ്പോ പലരും കൈയടിക്കുകയായിരുന്നു. അദ്ദേഹം കരഞ്ഞു പോകുന്ന ഒരു അവസ്ഥയിലെത്തി. പക്ഷേ അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യാൻ അവിടുത്തെ സ്ഥലവാസികളായ ഈ ദുരന്തത്തിന് ഇരയായവർ, കാരണം സിദ്ദിഖ് അവിടെ എന്ത് പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് നേരിട്ടറിയുന്ന ആൾക്കാരാണ് അവിടെ എത്തിയത്. അപ്പോ തന്നെ അറിയാം ഈ കൂകി വിളിച്ചവരാരാണ്, ഇവർ കൊണ്ടുവന്ന ആൾക്കാർ കൂകി വിളിക്കാൻ. ഇതിനകത്ത് ഒരു മറുവശം ഉണ്ടല്ലോ, ഒരു രീതിയിൽ നോക്കിയാൽ ഇത് മുഖ്യമന്ത്രിക്ക് ഒരു ഗോൾഡൻ ചാൻസ് ആയിരുന്നു. മുഖ്യമന്ത്രിക്ക് ഇതിനെ CPM-ന് അനുകൂലമാക്കി മാറ്റാൻ, അല്ലെങ്കിൽ സർക്കാരിന് അനുകൂലമാക്കി മാറ്റാൻ. വേറൊരു കാര്യമുണ്ട്, PR കാര്യം ഇതായിരിക്കും വിചാരിച്ചിട്ടുണ്ടാവുക, കുറച്ചുപേരെ കൂകാൻ ഏർപ്പാടാക്കുക, അപ്പോഴേക്കും മുഖ്യമന്ത്രി ഇടപെടുന്നു, കൈ കാണിക്കുന്നു, മുഖ്യമന്ത്രി ഹീറോ ആവുന്നു. പക്ഷെ അത് പകുതി ആയപ്പോഴേക്കും നെറ്റ് കട്ടായി, കാര്യം കേട്ടില്ല, ഇനി എന്താണ് ബാക്കി, പകുതി എത്തിയപ്പോ കട്ടായി. ആലോചിച്ച് നോക്കൂ, മുഖ്യമന്ത്രി പറയുകയാണ്, അല്ലെങ്കിൽ മുഖ്യമന്ത്രി ജസ്റ്റ് കൈ കാണിച്ചിരുന്നെങ്കിൽ അത് വേറൊരു രീതിയിൽ പോകുമായിരുന്നു. മുഖ്യമന്ത്രിയെ കേരളം അഭിനന്ദിക്കുന്ന രീതിയിലേക്ക് മുഖ്യമന്ത്രിയുടെ ഗ്രാഫ് അങ്ങ് ഉയരുമായിരുന്നു, എല്ലാവരും അദ്ദേഹത്തെ അഭിനന്ദിക്കുമായിരുന്നു. കാരണം ഇപ്പോഴല്ല, ഇതിനു മുന്നേ ഉള്ള പല സംഭവങ്ങളിലും മുഖ്യമന്ത്രിയെ വിമർശിക്കുന്ന ഒരുപാട് പേരുണ്ട്. ആ വിമർശിക്കുന്നവർ പോലും ആ ഒരു നടപടിയെ അംഗീകരിക്കുമായിരുന്നു. പക്ഷെ അതാണ് കളഞ്ഞു കുളിച്ചത്. നല്ലൊരു അവസരമാണ് വീണത്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല സിദ്ദിഖിനെ ഇത് ബാധിക്കുന്നു. കാര്യം അത് കഴിഞ്ഞ് അവിടെയുള്ള ജനങ്ങൾ സിദ്ദിഖുമായി സംസാരിക്കുന്ന വീഡിയോ ഒക്കെ ഇപ്പം സോഷ്യൽ മീഡിയയിൽ വൈറൽ ആയിട്ടുണ്ടല്ലോ. അപ്പൊ സിദ്ദിഖിനെ ഒന്നും ബാധിക്കില്ല. പിന്നെ വയനാട്ടിൽ കുറച്ചുകൂടി എനിക്ക് തോന്നുന്നു മറ്റൊരു രീതിയിലായിരുന്നു വയനാട്ടിലെ ജനങ്ങളെ ട്രീറ്റ് ചെയ്യേണ്ടെന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. ഈ ഒരു രീതി ഒരിക്കലും ശരിയായിരുന്നു, അല്ലെങ്കിൽ വയനാടുകാരില്ല ആ ദുരന്തത്തിൽ നിന്ന് ഇന്നും വയനാടുകാർ കരകയറിയിട്ടില്ല. അത് കരകയറാൻ നമ്മുടെ സർക്കാർ ഒന്നും അവർക്ക് വേണ്ടി ചെയ്തിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. കുറെ വീട് വെച്ച് കൊടുത്താൽ അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകില്ല. അത് ഈ സർക്കാർ മനസ്സിലാക്കണം. ഇനി നിലവിലെ സാഹചര്യം വെച്ച് ചിലപ്പോൾ ഒരു പുതിയ സർക്കാർ ആയിരിക്കാം വരുന്നത്. ഈ സർക്കാർ മാറുകയാണെങ്കിൽ ആദ്യം പരിഗണിക്കേണ്ടത് വയനാട്ടിലെ ജനങ്ങളെ ആയിരിക്കണം. കാര്യം കേരളത്തിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ നമ്മൾ ഈ പറയുന്ന വന്യജീവി ആക്രമണം, കർഷകരെ അവഗണിക്കുക എന്നൊക്കെ പറയുന്നതിനപ്പുറം എല്ലാം നശിച്ച ഒരു വിഭാഗം ഇപ്പോഴും വയനാട്ടിലുണ്ട്. അവരെ ചേർത്ത് പിടിക്കണം, അതിന് ഏത് സർക്കാർ ആയാലും. അപ്പോൾ തന്നെ നമ്മുടെ കേരളത്തിന്റെ പകുതി പ്രശ്നം തീരും.